ഗ്രാൻഡ് ഫാദറുടെ ഇപ്പം ഞാൻ എവിടെ പോയാലും ഒരു റെസ്പെക്റ്റ് എന്നൊരു കാര്യം ഉം. കിട്ടുന്നുണ്ട് മൊത്തത്തിൽ. ഉം, ഉം. അത് അന്നത്തെ സമയത്ത് ഭയങ്കര കിട്ടുന്ന ഇതാണ്. ഇപ്പം അവിടെ നോക്കിയാൽ അറിയാം ഫുള്ളായിട്ട് ഗ്രാൻഡ് ഫാദർ പ്രൊഡ്യൂസ് ചെയ്തും ഡയറക്റ്റ് ചെയ്ത മൂവീസ് അത് മൊത്തം. ഓ വാ അപ്പം ഇന്ന് ഇങ്ങനെ ഒരു 69 പടങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തൊരു ടൈമാണ് മൊത്തത്തിൽ. അപ്പം ഡേറ്റ് ഇട്ട് ഡേറ്റ് ഉണ്ട്, പടത്തിൻ്റെ ടൈറ്റിലും ഉണ്ട്. അപ്പം ഇപ്പോഴും കുറച്ച് മങ്ങിയിട്ട് മാറ്റാത്തെന്ന് വെച്ചാൽ ആ ഒരു ഇത് അന്ന് വെച്ചതാണോ? ഇല്ല, ഇടയ്ക്ക് നമ്മൾ കുറച്ച് മാറ്റിയായിരുന്നു, ബട്ട് സ്റ്റിൽ അത് ഇരിക്കും. അപ്പം ആ ഒരു ഗ്രാൻഡ് ഫാദറുടെ എവിടെ പോയാലും ആ ഒരു കാരണം എല്ലാവരും പറയുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റോടെയാണ് പറയണത്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം അത് ആദ്യത്തെ കുറേ ദിവസം എല്ലാം മെർലാൻഡ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുമായിരുന്നു. അപ്പം അപ്പൊ ഈ ഫാന്റാസ്റ്റിക് ഫിലിംസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായില്ല? ഫാന്റാസ്റ്റിക്കിൽ അതിലാണ് ഞാൻ അവിടെ ബാനർ വൈസ് ഞാൻ മെർലാൻഡ് ഉപയോഗിച്ചില്ല. അപ്പൊ ഫാന്റാസ്റ്റിക് ഫണ്ട് ആൾക്കാരാണ് ഞങ്ങളെന്നെല്ലാം. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് എന്നാലും അവിടെ മല്ലിക ആന്റി ഒക്കെ വരുന്ന സമയത്ത് പറയും, മോനെ നീ ഫസ്റ്റ് ഇതാണ് എന്താ നീ ചെയ്യുന്നതെന്ന് അറിയാമോ. ബട്ട് ലേറ്റർ ഞാൻ ഈ പ്രഷർ വരാതിരിക്കുകയാണ് ഞങ്ങൾ ഫാന്റാസ്റ്റിക് ഇട്ടത്. ബട്ട് ലേറ്റർ ഓൺ കുറേ ഈ ഡ്യൂറിങ് ദ റിലീസ് പ്രൊമോഷൻ ടൈമിലൊക്കെ അവർ മെർലാൻഡ് ആക്കി.